ഇന്നത്തെ റൈസ് ക്രീം തയ്യാറാക്കാൻ അല്പം പച്ചരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിൽ അഴുക്കൊക്കെ ഒരു 3-4 തവണ ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്തിടാനാണ് വേണ്ടത്. അതൊരു ദിവസം ഓവർനൈറ്റ് മുഴുവനായിട്ട് വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂർ ഇട്ടതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങ് കൂടെ മുറിച്ച് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും പെട്ടെന്നൊരു ഇഫക്റ്റ് തരാനൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട ഒരു ക്രീമാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉടച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേവണം. അതിനുശേഷം ഒന്ന് അരിപ്പയിലൂടെ എടുത്ത് അതിലേക്ക് ഞാനൊരു സ്കിൻ കെയർ ഓയിൽ, ക്യാരറ്റ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ മാത്രം ഒഴിച്ചാലും മതി. ബദാം ഓയിലിന് കൂടെ ഞാനിവിടെ വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ടുണ്ട്. എസെൻഷ്യൽ ഓയിൽ നിർബന്ധമില്ല, കാരണം പ്രഗ്നൻറ്റ് ലേഡീസിനും ഫീഡിങ് മദേഴ്സും ഒന്നും എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. അപ്പോൾ അതൊരു സ്മെല്ലിന് വേണ്ടി ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുഴുവൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.